ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയോട് ബാലചന്ദ്രൻ സത്യങ്ങൾ മുഴുവനും പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ട് അലീനയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റാതെ പൊട്ടിക്കരയാണ്. ഇനിയുടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടെങ്കിലും കാറിലേക്ക് കയറുകയാണ്. അപ്പോഴേക്കും അലീന ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അലീനയുടെ കരച്ചിലുണ്ടെപ്പോഴേക്കും ബാലേന്ദ്രൻ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അച്ഛാ, എനിക്ക് തോന്നുന്നില്ല അച്ഛാ, പപ്പയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശരിയാവണം, ഇതാണ് ഏറ്റവും വലിയ ശരി. അച്ഛാ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? അമ്മയുടെ അടുത്ത് വന്നു, പക്ഷേ അത് ശരിയായോ? ഇല്ല. അമ്മയുടെ കൂടെ വഴക്കിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ വന്നത്. ഇപ്പോൾ പപ്പയുടെ കൂടെ പോകാനായിട്ട് അച്ഛൻ നിർബന്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ ശരിയാകും അച്ഛാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ശരിയാകും മോളെ, ഞാനല്ലേ മോളെ കൊണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്നും അന്വേഷിക്കാതെയും കേൾക്കാതൊക്കെ മോളെ കൊണ്ട് അവിടെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുകയാണ്. അലീനയ്ക്ക് ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നീട് കാണിക്കുന്നത് വൈജയും അതേപോലെ തന്നെ മനുവും കൂടി ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ വൈജയ്ക്ക് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കാര്യം ഇറങ്ങാതെ അപ്പോൾ മനു പറയുകയാണ്, ആൻറ്റി ഇറങ്ങിയാട്ടെ ആൻറ്റി, കാരണം ആൻറ്റിയുടെ ആഗ്രഹം പോലെ തന്നെ അലീനിപ്പോൾ ഇവിടെ ഇല്ല. ആൻറ്റിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യത്തോടു കൂടി തന്നെ ആൻറ്റിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാം എന്നൊക്കെ മനു പറയുമ്പോൾ, നീ എന്താണ് മനു, നീ എന്നെ കളിയാക്കുകയാണോ? ഈ വൈജയ്ക്ക് പണ്ടേ ഒരു ധൈര്യക്കുറവൊന്നുമില്ല, ഒരു പേടിയുമില്ല. എവിടെയും ഏത് സമയവും കയറി ചെല്ലാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. പിന്നെ ഇത് എൻ്റെ വീടാണ്. പിന്നെ ഇവിടെ ഒരു മൂദേവി ഉണ്ടായിരുന്നു, അലീന. അവള് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അവൾ പോയാലേ ഞാൻ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തുള്ളൂ ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയുകയാണ്. ശരി, ഞാൻ ഈ ആൻറ്റിയോടൊന്നും പറയാനായിട്ടില്ല. ആൻറ്റിയുടെ മനസ്സിൽ മുഴുവനും ദുഷിച്ച സ്വഭാവങ്ങളല്ലേ. എടാ മനു വേണ്ടായേ, എൻ്റെ പൊന്നാൻറ്റി, ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നാക്കാനാണ് ഞാൻ വന്നത്. ആൻറ്റിയെ കൊണ്ടുവന്നാക്കി ആൻറ്റിക്ക് പോകാം, എനിക്ക് അത്രയുള്ള കടമ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ചെയ്തു. അങ്ങനെ വൈജിയും അതേപോലെ തന്നെ മനുവും കൂടി കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ബബിതയും കൃഷ്ണമോളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രോഹിത് ആണെങ്കിൽ നേരെ അങ്ങോട്ട് കയറി ചെല്ലുക. പക്ഷേ വൈജി ഒരു മൈൻഡ് പോലും ചെയ്യാതെ നേരെ കാറിനടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വൈജിക്ക് ദേഷ്യം വരികയാണ്. കണ്ടില്ലേ, പെറ്റമ്മ കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, എന്നിട്ട് അവ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത് കണ്ടില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അമ്മയെ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നത്? അമ്മ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം ഡിക്കിയിൽ നിന്ന് എടുക്കണോ, അല്ലെങ്കിൽ അമ്മയെ മൈൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഞാൻ നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മനുവിനോട് പറയാണ്, സ്വഭാവമൊന്നും മാറിയിട്ടില്ലല്ലോ, ഒരു മാറ്റവും സംഭവിച്ചില്ലല്ലോ. എൻ്റെ രോഹിത്തെ, ആ സ്വഭാവമൊന്നും ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല. വൈജാൻറ്റിയുടെ സ്വഭാവം മാറാൻ പോകുന്നു. അങ്ങനെയാണെങ്കിലേ കാക്ക മലർന്ന് പറക്കണം എന്നും പറഞ്ഞുകൊണ്ട് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ വൈജ നേരെ ആ വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിലേക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് കയറി നേരെ ചെന്നത് അടുക്കളയിലേക്ക്. അപ്പോൾ അടുക്കളയിലേക്ക് ചെന്നത് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോളും ബബിതയും എന്തീ കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം. ആർക്കറിയാം എന്താണ് കാണിക്കുന്നത്, ആർക്കറിയാം. മനു ആണെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. എന്തു പറ്റി ആൻറ്റി? സന്തോഷം, സമാധാനം, ഇപ്പോഴാണ് ഇത് എൻ്റെ വീടായത്. എനിക്ക് സന്തോഷമായി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ആൻറ്റി, ഇതും പണ്ടും ഇത് ആൻറ്റിയുടെ വീടൊക്കെ തന്നെ ആയിരുന്നു. എന്താ അലീന ഇവിടെ നിന്ന് വിചാരിച്ച് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും തേച്ച് വായിച്ച് കളഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളെല്ലാം പൊട്ടി തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ ആൻറ്റി. മനു, നീ ചിരിച്ചതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നിനക്ക് ആ ഫീലിംഗ് പറഞ്ഞാൽ മനസ്സിലാവില്ല മനു. കാരണം ഇപ്പോൾ എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉള്ളൊരു വീടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ അവളില്ലേ, ആ ചെകുത്താൻ പിടിച്ച പെണ്ണ്, പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട നമ്മുടെ ബബിതയ്ക്ക് കലി വരികയാണ്. ബബിത പറയുകയാണ്, അമ്മയ്ക്കിത് എന്തിൻ്റെ കേടുണ്ടായിട്ടാ? അമ്മ ഇങ്ങോട്ട് വന്ന് അമ്മയുടെ പാടം നോക്കി ഇരുന്നാൽ പോലെ, എന്തിനാണ് ചുമ്മാ അലീന ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുന്നത്? എന്താടി ബബിതേ, നിനക്കെന്താ പറഞ്ഞത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോഴേക്ക് മനുവാണെങ്കിൽ, എങ്ങനെ ഇഷ്ടപ്പെടും ആൻറ്റിക്ക് മാത്രമേ അവളോട് വൈരാഗ്യവും വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. ആൻറ്റിയുടെ മക്കൾക്കും ഇതായിട്ട് അപ്പോൾ
ഇവിടെ അലീന നിന്ന് ഈ വീടും പരിസരവും ഒക്കെ തൂത്തു വൃത്തിയാക്കി ആൻറ്റിയുടെ മക്കൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുത്ത അലീനയെ തന്നെ ആൻറ്റി ഇങ്ങനെ പറയണം, എടാ മനു, നിനക്ക് എപ്പോഴും അലീന നല്ല പുള്ള തന്നെയാണ്, പക്ഷേ എനിക്കവൾ അങ്ങനെയല്ല. നിനക്ക് വലിയ ആളാണെങ്കിൽ അവള് എൻ്റെ കുടുംബം നശിപ്പിക്കാൻ വന്ന ഒരു പിശാചായിട്ടാണ് ഞാൻ അവളെ കരുതുന്നത്. അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ വീട് എനിക്ക് ശരിക്കും സ്വർഗമായി മനു. അതുതന്നെയാണ് ഞാനും ആഗ്രഹിച്ചത് എന്നൊക്കെ പറയാണ്. ആൻറ്റിയുടെ ഇഷ്ടം പോലെ ചെയ്യാം ആൻറ്റി, പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ആൻറ്റിയെ വെറുക്കാൻ ഇവർക്ക് നിസ്സാര കാര്യങ്ങൾ മതി. അലീന എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആൻറ്റിയുടെ മക്കളോട് ഞാൻ പറയട്ടെ. ഇത് കഴിഞ്ഞപ്പോഴേക്കും, മനു, നീ അനാവശ്യം കാണിക്കാനായിട്ട് നിൽക്കരുത്. ചില നുണച്ചികളിങ്ങനെ നുണയും കൊതിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പരുത്തും. അതൊക്കെ വിശ്വസിക്കാനാണോ? എന്താ ആൻറ്റി, നുണയും കൊതിയൊക്കെയാണോ? അലീന പറഞ്ഞല്ലേ, അപ്പം അത് നുണയും കൊതിയൊക്കെ തന്നെയാണ്. നീ അതൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കരുത്. എൻ്റെ പൊന്നാൻറ്റി, ഞാനേ എൻ്റെ മനസ്സിൽ തന്നെ വെച്ചോളാം. ഞാനത് ആരോടും പറയാനായിട്ട് പോകുന്നില്ല. നീ മനസ്സിലും വെക്കാൻ പാടില്ല മനു. അതെല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞോളാം. അങ്ങനെയൊന്നും വിശ്വസിച്ചുകൊണ്ട് നടക്കാൻ നിൽക്കരുത്. എൻ്റെ ആൻറ്റിക്ക് ശരിക്കും പേടിയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആൻറ്റി പേടിക്കണ്ട. ഞാൻ ഏതായാലും ഈ കാര്യങ്ങളൊന്നും ആരോടും ഒന്നും തുറന്നു പറയാൻ പോകുന്നില്ല. ഞാനേ ഇറങ്ങാം രോഹിത്തെ, ഞാൻ പോവാണേ എന്നും പറഞ്ഞുകൊണ്ട് മനു ഒറ്റ പോക്കാണ്. അപ്പോഴേക്കും ബബിത വന്ന് ചോദിക്കാണ്, എന്താ മേത്, അലീന ചേച്ചി മനുവേട്ടനോട് എന്ത് കാര്യമോ പറഞ്ഞത്? അത് പറമ്മേ. അതൊക്കെ അവൻ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതാ. അവളല്ലേ അലീന, എന്നെ കുരുക്കാൻ വേണ്ടി അവളങ്ങനെ പല കാര്യങ്ങളും പറയും. അതൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കണ്ട. അലീന ചേച്ചി അങ്ങനെ വെറുതെ ഒരു കാര്യവും പറയാനായിട്ട് പോകുന്നില്ല. എന്തോ കാര്യം ഉണ്ടല്ലോ അമ്മേ. എന്താണത്? നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ ബബിതേ? നീ എന്താണ് എന്നെ തർക്കിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? നിന്റെ ജോലി നോക്കി നിൽക്ക്, അല്ലാതെ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് എനിക്കില്ല. അപ്പോൾ വൈജ നേരെ റൂമിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും ബബിതയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നിക്കണം. എന്നാലും അലീന ചേച്ചി എന്ത് കാര്യം ആയിരിക്കും മനുവേടനോട് പറഞ്ഞത്, അമ്മയെക്കുറിച്ചുള്ള കാര്യം? അപ്പോൾ കൃഷ്ണമോള്, അതൊക്കെ വിട് എൻ്റെ ബബിതേച്ചി. ഇനിയിപ്പോൾ അതൊന്നും വെച്ച് കാര്യമൊക്കെ നിൽക്കണ്ട. അമ്മയോട് വഴക്കിനോ വക്കാണത്തിനൊന്നും പോകാനും നിൽക്കണ്ട. അതുപോരെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജ ആ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അലീനയുടെ റൂമിൻ്റെ അവിടെ പോയി നിൽക്കുക. റൂമിൻ്റെ അവിടെ പോയി നിന്നിട്ട്, ബബിതേ എന്നുള്ളത് വിളിക്കണേ. എന്താ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഈ ഡോറ് ലോക്കാണോ എന്ന് ചോദിക്കുക. ആ ഡോറ് ലോക്കാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു പിടിയുണ്ടല്ലോ, ആ പിടി പിടിച്ച് ഒന്ന് താഴ്ത്തി നോക്ക്, അപ്പോൾ ലോക്കാണോ ഇല്ലേന്ന് അറിയാൻ പറ്റും. എടി ബബിതേ, നീ എന്താ എന്നോട് തർക്കിച്ച് കയറുകയാണോ? നിന്നോട് ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരം പറഞ്ഞാൽ പോരെ? നീ എന്താ എന്നെ പഠിപ്പിക്കാനായിട്ട് വരികയാണോ? അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ ഇതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ അമ്മ ചോദിച്ചത് കേട്ടില്ലേ, ഡോർ ലോക്കാണോ എന്ന്. ആ ഡോർ ലോക്കാണോ എന്നൊന്ന് താഴ്ത്തി നോക്കിയാൽ പോരെ? അപ്പം അറിയാൻ പറ്റില്ലേ? പിന്നെ ഇതിന് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ ബബിതേച്ചി? അമ്മയ്ക്കിപ്പോൾ എന്താ അറിയേണ്ടത്? ഇത് ഡോർ ലോക്കാണില്ലേന്നല്ലേ? ഇത് ഡോർ ലോക്കൊന്നും അല്ല, കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ആ ഡോറ് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം തൃപ്തിയായല്ലോ, ഇതൊന്നും ലോക്കഡൊന്നും അല്ല, കയറി നോക്കാനായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ വൈജിയാണെങ്കിൽ നേരെ അകത്തേക്ക് കയറി എല്ലാ ഡ്രോയും തുറന്നു നോക്കുകയാണ്, അലമാരിയൊക്കെ തുറന്നു നോക്കണം. അലീനയുടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് തുറന്നു നോക്കുന്നത്. അങ്ങനെ ഒരു ഡ്രോ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ കുറച്ച് ബുക്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജക കാലി വരികയാണ്. ഇതെല്ലാം എടുത്ത് കത്തിച്ച് തരിപ്പണമാക്കി കളഞ്ഞോളാം. അവളുടെ ഒരു സാധനം പോലും ഇവിടെ ഇരിക്കാൻ പാടില്ല. അവൾ തൊട്ട ഒരു കാര്യവും ഇവിടെ കാണാനും പാടില്ല. അവളുടെ ഓർമ്മകളെല്ലാം നശിപ്പിച്ചോളണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബബിതയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ വീട് മുഴുവനും കത്തിച്ച് ചാമ്പലാക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ബബിതേ, നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ, വേണമെങ്കിൽ ഞാൻ ആ വീട് മുഴുവനും കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യ് ബബിത, നീ എന്നോട് തർക്കിക്കാനായിട്ട് നിൽക്കരുത്. നിനക്ക് പറ്റില്ലെങ്കിൽ രോഹിത്തിനോട് പറഞ്ഞാൽ മതി, അവനിതെല്ലാം കത്തിച്ച് കളഞ്ഞോളും. അപ്പോൾ ബബിതേച്ചി ഒന്ന് പൊയ്ക്കേണ്ട ബബിതേച്ചി, ഞാൻ അമ്മയോട് സംസാരിച്ചോളാം. ശരി, ഇനിയും ഈ കാര്യത്തിൽ തർക്കിക്കണ്ട. എല്ലാ സാധനങ്ങളും എടുത്ത് കത്തിച്ച് കളയാനായിട്ട് ഞാൻ രോഹിതനോട് പറഞ്ഞോളാം. എന്താ അതുപോലെ? അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. വൈജിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യാണ്. കൃഷ്ണമോളാണെങ്കിൽ അലീനയെക്കുറിച്ചുള്ള ഓർമ്മകൾ കൃഷ്ണമോളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെകിട്ടി വരികയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അപ്പോൾ അലീനയും ബാലേന്ദ്രനും കൂടി ആ ഒരു കൊട്ടാരമുറ്റത്തെത്തി. അപ്പോൾ കൊട്ടാരമുറ്റത്ത് എത്തി നേരെ അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഒരാളങ്ങനെ കരച്ചിനായിട്ട് ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ
ഈ സ്റ്റാലിനെ ആണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്താ സാറേ, അതെ ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് വേണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അടുക്കളയിലെ എല്ലാ സാധനങ്ങളും മേടിക്കണമെന്ന് പറഞ്ഞു, ഒന്നിനും ഒരു കുറവും വരുത്താനായിട്ട് പാടില്ല. ഇതൊക്കെ പറഞ്ഞതല്ലേ ഞാൻ. അതെല്ലാം കറക്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എടോ താൻ അടുക്കളയിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടോ? ആ സാറേ എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട് സാറേ. ആ എങ്കിൽ പിന്നെ അതേപോലെ തന്നെ ചെയ്യണം കേട്ടല്ലോ. അങ്ങനെ നമ്മുടെ അലീനയും അതേപോലെ തന്നെ ബാലേന്ദ്രനും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അലീന അങ്ങോട്ട് പേടിച്ചു പോയി. ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, കാരണം അതൊരു വീടല്ല, ഒരു ബംഗ്ലാവ് തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് കാര്യസ്ഥന് ഓടി ചെന്നിട്ട് സ്റ്റാലിനോട് പറയാണ്, സാറേ ആ പാലക്കാരനില്ലേ, പാലക്കാരൻ വീണ്ടും വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആ പാലക്കാരൻ മാത്രമല്ലോ, കൂടെ ആരാ ഉള്ളത്? അത് സാരി ഉടുത്തൊരു പെൺകുട്ടിയും കൂടി ഉണ്ട്. എങ്കിലേ അവരെ വിളിച്ചുകൊണ്ട് വാ, ഞാനേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കയറി പോവുകയാണ്. അങ്ങനെ ഇവരങ്ങോട്ട് ചെല്ലുകയാണ്. ഈ ബാലേന്ദ്രനും അതേപോലെ തന്നെ അലീനയും കൂടെ അവിടെ നിൽക്കുമ്പോൾ കുറേ പട്ടികൾ ഓടി വന്നിട്ട് നേരെ ഇവരുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീനയ്ക്കൊരു പേടിയൊന്നും തോന്നിയില്ല. അപ്പോൾ അലീന ഇങ്ങനെ ബാലേന്ദ്രനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. മോളെ, ഇതാണ് നിൻ്റെ പപ്പയുടെ വീട്. ഇത് വീടല്ല, ബംഗ്ലാവ്, എസ്റ്റേറ്റിൻ്റെ നടുവിലായിട്ടുള്ള വലിയൊരു ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവിടുത്തെ കാര്യസ്ഥൻ ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പട്ടികളെല്ലാം ഒന്നും അനങ്ങാതെ അലീനയെ തന്നെ നോക്കുന്ന സീനാ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യസ്ഥന് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയത്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും സ്റ്റാൻലി സാറ് വിളിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കയറി ചെല്ലുകയാണ്. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യാണ്. അങ്ങനെ സ്റ്റാൻലി ഒരു കാര്യസ്ഥനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സീനാണ് നമ്മുടെ അലീന കാണുന്നത്. അതെ ഇവിടെ ഒരാളും കൂടി വരുന്നുണ്ട്, ഇനി അയാളുടെ ഇഷ്ടവും കൂടി നോക്കിയിട്ട് വേണം ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പറഞ്ഞ മനസ്സിലായല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാലിന് തിരിഞ്ഞതും അലീന ഞെട്ടിപ്പോവാണ്. കാരണം സ്റ്റാലിൻ്റെ മുഖം കണ്ട് അയാൾ തന്നെയാണല്ലോ ആ വീട്ടിലവിടെ വന്നതും അലീന ചായ കൊടുത്തതും സന്തോഷത്തോടെ സംസാരിച്ചതും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു രംഗം അലീന മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. ഇത് കണ്ട അലീന നമ്മുടെ ബാലചന്ദ്രനെ നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ തലയാട്ടി കാണിക്കുകയാണ്, അതേ മോളെ ഇത് തന്നെയാണ് നിൻ്റെ പപ്പയെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സ്റ്റാലിന് നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഞങ്ങൾ കുറച്ച് വൈകി പോയല്ലേ? അതൊന്നും സാരമില്ല അലീന, ഹായ് അലീന എന്നും പറഞ്ഞുകൊണ്ട് കൈ നീട്ടുകയാണ്. പക്ഷേ അലീനക്ക് കൈ കൊടുക്കാൻ പോലും പേടിയായിട്ട് വിറച്ചങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ അലീനയുടെ കണ്ണുകളൊക്കെ നിറയുക. അലീന ബാലേന്ദ്രനെ നോക്കിക്കോ തന്നെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.